തലശ്ശേരി ബിരിയാണി സിമ്പിളായിട്ട് ഒരു 20 പേർക്ക് ഉണ്ടാക്കിയാലോ? എന്നാ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. നമ്മളിവിടെ 4 കിലോ ചിക്കൻ എടുത്തിട്ടാ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ പൊടി ഇട്ടാണ്ട് ചിക്കൻ ഒരു 20 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കട്ടാ. ചിക്കൻ മാഗ്നേറ്റ് ആവുന്ന സമയം കൊണ്ട് ഒരു ഉള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പൊരിച്ച് മാറ്റി വെച്ചോട്ടോ. ഇത് അവസാനമുള്ള സാധനമാണ്, പക്ഷെ ആദ്യം പൊരിച്ച് വെക്കാം. ഈ എണ്ണ കേടരുന്നതിന് മുന്നേ ആ ഫ്രൈ പാനിൽ തന്നെ തീ ഓഫ് ആക്കാതെ ചിക്കനും പൊരിച്ചാണ്. ഈ ചിക്കൻ പൊരിച്ചാവുന്ന സമയം കൊണ്ട് ഒരു ചെമ്പ് തീമിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കുറച്ച് ഏലക്കായി, വലിയ ജീരകം, കറാമ്പൂവ്, കറാമ്പട്ട, കരിവേപ്പിന്റെ ഇല ഇതെല്ലാം പാടിട്ട് ആ എണ്ണയിലൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് 1.5 കിലോ സവാള നൈസായിട്ട് അരിഞ്ഞതിട്ട് സവാള ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിക്ക് ചേർത്ത് സവാള ഒരു വാടിയ മുല്ലപ്പൂവിന്റെ കളറായപ്പോൾ 1 കിലോ തക്കാളി നൈസായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ടിട്ട് തക്കാളി ഒന്ന് ഏകദേശം വാടി വന്നാലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ചത്, ഒരു 50 ഗ്രാം മല്ലിച്ചപ്പ്, 50 ഗ്രാം പുതിന അരിഞ്ഞത് ഇതെല്ലാം പാടിട്ട് നന്നാക്കി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ബിരിയാണിക്ക് ആവശ്യമായ മസാലകൾ ഇടണം. ഇത് പൊരിച്ച ചിക്കൻ ആയതുകൊണ്ട് 3/4 സ്പൂൺ മഞ്ഞപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ബിരിയാണി മസാല ഇതെല്ലാം പാടെ യോജിപ്പിച്ച് പച്ചമണം മാറിയതിനു ശേഷം ഒരു 3 സ്പൂൺ തൈരിട്ടിട്ട തൈരൊക്കെ ഇട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാലേ നമ്മൾ ആദ്യം പൊരിച്ച് മാറ്റിച്ച ചിക്കൻ ഉണ്ടല്ലോ ഇതിലേക്കിട്ട് മസാല ഒക്കെ ഒന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തീ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ചോറിന്റെ പരിപാടി നോക്കണം. ജീരകശാല അരിയാട്ടെടുത്ത് 1 മണിക്കൂർ അരി വെള്ളത്തിൽ കുതിർത്തിക്കണേ. ചെമ്പടുപ്പത്ത് വെക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ വെക്കുക. ചെറുതാക്കി നൈസാക്കി അരിഞ്ഞ ക്യാരറ്റ്, കുറച്ച് ഏലക്കായി, കുറച്ച് കറാമ്പൂ, കുറച്ച് കറാമ്പട്ട ഇതെല്ലാം പാടെ ഇട്ടിട്ട് ചെമ്പക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചോറിന് ആവശ്യമായ ഉപ്പ്, ഒരു വലിയ ചെറുനാരങ്ങയും പിഞ്ഞ്. ചെറുനാരങ്ങ നമ്മൾ നിർബന്ധമായിട്ടും പിയണം കേട്ടോ. ചോറ് തമ്മിൽ കൂട്ടി ഒട്ടാതെക്കാനാണ് ചെറുനാരങ്ങ. വെള്ളം തിളച്ച് വന്ന് അരിയിട്ട് ഈ അരിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെമ്പിന്റെ അടുത്തുനിന്ന് ഒരിക്കലും മാറാൻ പാടില്ല. അരി ഒരു 80% 85% ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ഊറ്റണം. റെഡായി കിടക്കണ മസാലന്റെ മേലക്ക് ഈ 85% കുക്കായി കഴിഞ്ഞ റൈസ് മൊത്തമായിട്ട് അതിന്റെ മേലേക്ക് തട്ടിയിട്ട് ഒരു 3 സ്പൂൺ നെയ്യ്, ഞാൻ ആദ്യം പൊരിച്ച് മാറ്റി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞു വെച്ചിട്ട് ഒരു അലുമിനിയം ഫോയിലും വെച്ച് ഒരു 1/2 മണിക്കൂർ ചെമ്പ് ദമ്മിട്ടപ്പം അടിയിൽ ഒരു തീന്റെ ആവശ്യമില്ല കേട്ടോ. ഈ ആവി കടന്ന് വേവും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ചെമ്പ് തുറന്നു നോക്കിയാൽ നല്ല സ്വാദിഷ്ടമായ തലശ്ശേരി ബിരിയാണി റെഡി. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ ഈ തലശ്ശേരി ബിരിയാണി. ഒരുപാട് നേരത്തെ പണിയൊന്നും ഈ ബിരിയാണി ഉണ്ടാക്കാൻ വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കി തീരും. ഇത് നോക്കിയാണെങ്കിൽ ഓരോ അരിയും വേറിട്ട് നിൽക്കണേ. ഇതേപോലത്തെ ബിരിയാണി നിങ്ങൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരാളും കുറ്റം പറയില്ല, ഞാൻ ഗ്യാരണ്ടിയാ. നമ്മളെ സിമ്പിൾ തലശ്ശേരി ബിരിയാണിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റും ചെയ്യുക, പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.